നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന എന്ന് പറയുന്നത് മാർച്ച് ഇൻ 7th ഹൗസാണ്. അപ്പം പറയുമ്പോൾ തന്നെ ഒരു ഊർജം വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയാണ്, ഫയറാണ്. അപ്പം ഈ ചന്ദ്രനൊക്കെ പറയുന്ന പോലെ നമ്മൾ വളരെ ഇമോഷണലായിട്ടോ, വ്യാഴമൊക്കെ പറയുന്ന പോലെ ഭക്തിമയമായിട്ടോ, മറ്റേ ശുക്രൻ പറയുന്ന പോലെ വളരെ റൊമാൻറ്റിക് ആയിട്ടോ, രാഹു പറയുന്ന പോലെ വളരെ കണ്ണിങ് ആയിട്ടോ, അല്ലെങ്കിൽ രവി പറയുന്ന പോലെ രാജകീയമായിട്ടോ ഒന്നും അല്ലാതെ നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ഇത് കയറും. സുബ്രഹ്മണ്യ സ്വാമിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ശരിക്കും ചൊവ്വയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാവടിയും ശൂലം കുത്തും, അതേപോലെ വാളൊക്കെ എടുക്കുന്ന ഭദ്രകാളിയും ഉഗ്രസ്വരൂപങ്ങളായിട്ടുള്ള ദേവതയെ സൂചിപ്പിക്കുന്ന, ഏറ്റവും ഉയർന്ന തരത്തിൽ ഉഗ്രസ്വരൂപങ്ങളായിട്ടുള്ള ദേവതയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് മാർസ് എന്ന് പറയുന്നത്. അപ്പം ജാതകത്തിൽ 7ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ജ്യോതിഷപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. ഇതിനെയാണ് സാധാരണയായിട്ടും ഇതിലെ ഒരു രീതി ഈ 7th ഹൗസ്, 8th ഹൗസ്, 12th ഹൗസ്, 4th ഹൗസിലൊക്കെ ചൊവ്വ നിൽക്കുന്നതിനെയാണ് ചൊവ്വ ദോഷം അല്ല മാംഗ്ലിക് ദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് മാട്രിമോണിക്കാർ എടുത്തിട്ട് അലക്കുന്നത്. അപ്പം നമുക്ക് അതിനേക്കാൾ ഉപരി അത് എന്തുകൊണ്ട് അവരങ്ങനെ ആ ഒരു ഏരിയ എത്ര യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതും കൂടെ നോക്കാം. അപ്പോൾ ചൊവ്വയെക്കുറിച്ചുള്ള വിവാഹം, പങ്കാളിത്തം, ലൈംഗികപരമായിട്ടുള്ള രീതികൾ, അപ്പം അവരുടെ ഒരു ചൊവ്വയുടെ ഒരു തീപ്പൊരു സ്വഭാവം, ഒരു ഫയർ ആൻഡ് എനർജി എങ്ങനെയൊക്കെ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചൊവ്വയുടെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് മേടവും അതുപോലെ തന്നെ വൃശ്ചികവുമാണെന്നുള്ളത് അറിയാമല്ലോ. അതുപോലെ തന്നെ ഉച്ചത്തിലാകുക എന്ന് പറയുന്ന മകരത്തിലും നീചത്തിലാവുക എന്ന് പറയുന്നത് കർക്കിടകത്തിലാണ്. അതായത് വ്യാഴത്തിൻ്റെ ഓപ്പോസിറ്റ് നേച്ചറാണ് ചൊവ്വയ്ക്ക്. അതെപ്പോഴും ഓർത്തോണം. അതായത് വ്യാഴം ധാർമ്മികതയും ഗുരുത്വവും, പൊറുക്കാൻ തയ്യാറാവുന്നതും, വളരെ സാത്വികനും ഒക്കെയാണ്. അപ്പോൾ കർക്കിടകത്തിൽ വ്യാഴൻ ഉച്ചനാവും. അതിൻ്റെ നേരെ വിപരീതം തീപ്പൊരിയാണ് ചൊവ്വ, കുജൻ എന്ന് പറയുന്നത്. സ്ട്രൈറ്റ്, അടിയിടി, ദേഷ്യം പെട്ടെന്ന് വരുന്നത്, ഇങ്ങനെയൊക്കെ. അപ്പം ചൊവ്വ നീചനാവുന്നിടത്ത് വ്യാഴം ഉച്ചനാവുന്നിടത്ത് ചൊവ്വന്. ഇവരുടെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് സ്വഭാവം. രണ്ടുപേരെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഒരു തരത്തിലുള്ള കാർമിക് ബന്ധങ്ങൾ, അതായത് ചൊവ്വയുടെ നേരെ ദോഷമാണ്, ഓപ്പോസിറ്റാണ് വ്യാഴം. ഇതുപോലെയാണ് ബുധൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ശുക്രൻ. ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം. ശനിയുടെ നേരെ ഓപ്പോസിറ്റാണ് രവിയുടെ നേരെ ഓപ്പോസിറ്റാണ് ശനി. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോണം കേട്ടോ. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലോജിക്ക്. ഇത് ഇപ്പോഴും വരുമ്പോഴും ഇതെല്ലാം ഉള്ളിൽ ഇങ്ങനെ പോകണം. ആ ശത്രുമിത്ര സ്ഥിതിയും ഒക്കെ പെട്ടെന്ന് പോകണം. അതിലേക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു തിയറി ഇതാണ്. ഈ രണ്ട് സാധനങ്ങളാണ്. ഒരാളുടെ ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ബലമുള്ള ഗ്രഹങ്ങളിലെ വിപരീതമായിട്ടുള്ള ഗ്രഹങ്ങളാണ് ഒരാളുടെ ജാതകത്തിൽ വരുന്നെങ്കിൽ, ഷഡ്ബലത്തിൽ വരുന്നെങ്കിൽ ഇടി ഉറപ്പാണ്. അഭിപ്രായപരമായിട്ട് ഭയങ്കര പിന്നെ രാഹുകേതുക്കൾ ലഗ്നത്തിൽ 7ലും കൂടെ വന്നു കഴിഞ്ഞാൽ അത് തീർന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം അത്. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നേം തുടങ്ങാം. ഊർജ്ജസ്വലയായ പങ്കാളി വളരെ ആക്റ്റീവായിരിക്കും. മടുപ്പില്ലാതെ യുവത്വം തുളമ്പുന്ന ഒരു പങ്കാളിയെ ലഭിക്കും. 50 വയസ്സായാലും മുഖം കണ്ടാൽ വളരെ ചെറുപ്പമായിട്ട് തോന്നും. പ്രായം പെട്ടെന്ന് ഇവരുടെ മുഖത്ത് തോന്നില്ല. എപ്പോഴും ഇങ്ങനെ പല രോഗങ്ങളുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ 55 വയസ്സിൽ പല രോഗങ്ങൾ പുറമേ കാണുമെങ്കിൽ പോലും ആ ഒരു തെളിച്ചം, കണ്ണിന് പൊക്കക്കുറവ്, അല്ലെങ്കിൽ നല്ല ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. രണ്ടാമത്തത് സംരക്ഷണമാണ്. സൈന്യാധിപനാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ പങ്കാളിക്ക്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോയുടെ ഒരു കാര്യം പറയുമ്പോൾ ആലോചിക്കണം. അതായത് 7th ഹൗസിൽ കുജൻ നിൽക്കുമ്പം ഒന്നിയിൽ ആ കുജൻ്റെ ഡെപ്റ്റുകൾ നമുക്കുണ്ടാവും. ആ ഡെപ്റ്റ് തരുന്ന ഇൻഫ്ലുവൻസ് കാരണമുണ്ടാകുന്ന തോട്ട്സ് നമുക്കുണ്ടാവും. ഇല്ലെങ്കിൽ 7th ഹൗസിൽ കുജൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ ലഗ്നമാണത് 7th ഹൗസ്. ഭാവാൽഭാവചിന്ത രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് വരാം. അപ്പം അവർക്കത് വരാം. അതോടൊപ്പം തന്നെ 7th ഹൗസിൽ കുജൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ ബലവാനായിട്ട് അത് നിങ്ങളെ ലഗ്നത്തെ അത് വീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ
ആ സ്വഭാവം വരാം. ഇപ്പം ഒന്നിൽ പങ്കാളിയിൽ നിന്നോ അല്ല നിങ്ങളെ കൊണ്ടോ ഈ ചൊവ്വയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ കാലവും കർമ്മവും കൂടി ഒരുമിച്ച് ചേർന്ന് ക്രിയേറ്റ് ചെയ്യും എന്നുള്ള ബോധ്യം ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇത് കേൾക്കുക കേട്ടോ. അങ്ങനെയാണത് വരുന്നത്. പങ്കാളിക്ക് കുടുംബത്തെ സംരക്ഷിക്കാനുള്ള കരുത്തും ധൈര്യവും ഉണ്ടായിരിക്കും. ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചർ ഉണ്ടായിരിക്കും. ഒന്നി നിങ്ങൾക്കുണ്ടാവും, അവരെടുത്തല്ല അവരിൽ നിന്ന് തിരിച്ച് ഉണ്ടാവും. പിന്നെ പരസ്പര ആകർഷണം എന്നാണ്. ദമ്പതികൾക്കിടയിൽ ശക്തമായ ശാരീരിക ആകർഷണം, ഫിസിക്കൽ അട്രാക്ഷന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ചൊവ്വയ്ക്ക് ബലമുള്ളവർ. അതുകൊണ്ട് തന്നെയാണ് ഇവർ ചൊവ്വയ്ക്ക് നല്ല ബലമുള്ളവർ ജിമ്മിൽ സ്ഥിരമായിട്ട് പോകും, ഉറപ്പായിട്ടും. കാരണം അവരുടെ ബോഡിയിൽ അവരുടെ ബോഡിക്ക് അവർ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരുടെ മനസ്സിനേക്കാളും കൂടുതൽ അവരുടെ എല്ലാ കരുത്തും അവർ കാണിക്കുന്നത്. ഈവൻ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അത് പറയാം, ഒരു ഫിസിക്കൽ അട്രാക്ഷനും ബോഡി നിലനിർത്താനും അതിലാണ് അവർ ആ ചെറുപ്പം നിലനിർത്താൻ. അതായത് 90 വയസ്സാകുമ്പോഴും ചെറുപ്പം നിലനിർത്താനുള്ള ആഗ്രഹം. 60 വയസ്സായാലും ഒരു എക്സസൈസൊക്കെ ചെയ്ത് ആരോഗ്യം വേണം, അത് വേണ്ടെന്നല്ല, പക്ഷെ എന്നാൽ പോലും ആ ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി ഇവർക്കുണ്ടാകും എന്നുള്ളതാണ്. താൻ ചെറുപ്പമാണെന്ന് മറ്റുള്ളവർ പറയുന്നത്, 50 വയസ്സുള്ള ഒരാളാണെങ്കിൽ പോലും ചെറുപ്പമാണെന്ന് മറ്റുള്ളവർ പറയുന്നവർക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ. കാരണം ചൊവ്വയ്ക്ക് ബലമുള്ളവരുടെ അടുത്ത് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയും, ഇവർ അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഒരു ഷോർട്ട് കട്ടാണ്. ഇവരുടെ ഒരുക്കത്തെയും അതേപോലെ ഇവരുടെ ബോഡിയും അടിപൊളിയാണ്. ജിമ്മന്മാരൊക്കെ ആണെങ്കിൽ കാരണം അടിപൊളിയാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അതേ സമയത്ത് ഇവരെ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്, ഇതൊക്കെ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറിറ്റേറ്റഡ്, ഉള്ളിൽ വൈരാഗ്യമൊക്കെ വരികയും ചെയ്യും. അപ്പം പരസ്പര ആകർഷണമുള്ള ദമ്പതികൾക്കിടയിൽ ശക്തമായ ശാരീരിക ആകർഷണം, ഫിസിക്കൽ അട്രാക്ഷൻ ഇവർക്ക് നിലനിൽക്കും. അതുപോലെ തന്നെ അഡ്വഞ്ചർ നേച്ചർ ഉണ്ടാകും. ജീവിതം വിരസമാകാതെ സാഹസികതകളും യാത്രകളും അതുപോലെ തന്നെ കുറച്ച് സാഹസികതയൊക്കെ കാണിക്കാനും കുറച്ച് ശാരീരികമായിട്ട് കഷ്ടപ്പെടാനും ഒക്കെ ഇവർക്ക് നല്ല താല്പര്യം ആയിരിക്കും എന്നുള്ളതാണ്. പൊതുവെ വീട് നോക്കണമെന്നും വളരെ സ്ട്രെയിറ്റ് ആയിരിക്കും, കുറച്ച് നിഷ്കളങ്കരായിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഇവർക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല സെക്ഷൽ നീഡ്സ് ഉള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ കൂടുതൽ ഈ ഭക്തിയെക്കാട്ടിലും കൂടുതൽ ഭക്തി ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും ഭൗതിക വിഷയങ്ങൾ, മൊത്തത്തിലെ ഒരു ഫിസിക്കൽ കാര്യങ്ങളോടൊക്കെ ഒരു വല്ലാത്തൊരു അടുപ്പവും ഇതുമുണ്ടാവും. ഇനി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ദോഷപരമായിട്ടുള്ള ഫലങ്ങൾ. ചൊവ്വ പാപഗ്രഹമായി നിന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആധിപത്യ മനോഭാവമാണ്. നിങ്ങൾക്ക് പങ്കാളിയുടെ മേൽ അധികാരം സ്ഥാപിക്കാനും അകാരണമായി ദേഷ്യപ്പെടാനും അഗ്രഷൻ ഉള്ള സാധ്യത ഉണ്ട്, ഇല്ലെങ്കിൽ തിരിച്ചു. അപ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ആ ഒരു അഗ്രഷൻ പ്ലോട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലവിടെ അപ്പോഴും ഈ ഈഗോ ഹേർട്ട് ചെയ്യുന്ന, അധികാരം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലായിരിക്കും തമ്മിലടി എന്നും. രണ്ടാമത്തത് കലഹങ്ങൾ ഒരു സ്ഥിരം ശീലമാവും. കല്യാണം കഴിഞ്ഞ് 30 വർഷമായിട്ടും 7 ചൊവ്വ നിൽക്കുന്ന ആൾക്കാരുടെ പലരുടെയും എനിക്കറിയാം, 30 വർഷമായി ഇപ്പോഴും മടുക്കാതെ അവർ ഡെയിലി 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വഴക്കുണ്ടാക്കുകയും ചെയ്യും. മക്കളൊക്കെ വളർന്നതിന് ശേഷം പലരുടെയും ശാരീരിക ഉദ്രവങ്ങൾക്ക് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമ്മിത്തല്ലുന്ന ആൾക്കാർ എൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം അവരുടെ മക്കളുടെയൊക്കെ വിവാഹമാവാറായ സമയത്ത് ജാതകം നോക്കിയ കൂട്ടത്തിൽ അവരുടെയും കൂടെ എടുത്ത് എൻ്റെ ഒരു ഒബ്സർവേഷന് വേണ്ടിയിട്ട് നോക്കി സമയത്ത് മനസ്സിലായ ഒരു കാര്യങ്ങൾ ഒന്ന് ഇതാണ്. പഴയ ആൾക്കാരായതുകൊണ്ട് അവർ പിന്നെ ആ ആൻറ്റിക്ക് നിസ്സഹായതകൾ ഉള്ളത് കൊണ്ടും മറ്റു പല കാരണങ്ങളുള്ളത് കൊണ്ടും ആ ബന്ധം അങ്ങനെ അങ്ങ് പോയതാണ്. പക്ഷെ എന്നാൽ പോലും ആൻറ്റി ഒട്ടും മോശമൊന്നുമല്ല. 2 പേരും നന്നായിട്ട് ഒട്ടും ബോറടിക്കാതെ പല കാര്യങ്ങൾ, അവരുടെ രൂപം മാറി പ്രായം കൂടി പല കാര്യങ്ങളും മാറിയെങ്കിലും ഒട്ടും ബോറടിക്കാതെ ഇന്നും അവർ മിക്ക ദിവസങ്ങളും വഴക്കടിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ മകൻ എൻ്റെ ജൂനിയറാണ്, പക്ഷെ എന്നാൽ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ചോദിക്കും ഇപ്പം എങ്ങനെ ഇടയെന്ന്. അപ്പം ഒരു മാറ്റമില്ല ഏട്ടാ, അത് അതേപോലെ തന്നെ പോകുന്നത്. അവർക്കത് ബോറടിക്കത്തില്ല, നമുക്കാ ബോറടിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴും അവരിങ്ങനെ ഓരോ സമയത്ത് ഓരോ രീതിയിൽ അവരിങ്ങനെ
മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം പലപ്പോഴും നമ്മളിത് തമാശയ്ക്ക് പറഞ്ഞെങ്കിലും പലപ്പോഴും പലർക്കും കടുത്ത ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കലഹങ്ങൾ നിമിത്തം ശാരീരിക ഉപദ്രവങ്ങളും ഇടിയും വഴക്കുമൊക്കെ ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വിവാഹ തടസ്സം അല്ലെ വേർപിരിയൽ, വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ, വിവാഹശേഷം വേർപിരിയലിനോ ഒക്കെ ഉള്ള സാധ്യതകൾ, അതുപോലെ തന്നെ ബന്ധങ്ങളിലെ ചതി അല്ലെങ്കിൽ സംശയങ്ങൾ നിമിത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഒക്കെ വന്ന് വളരെ ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ടെമ്പേർഡ് ആവാനാണ് സാധ്യത. ഒന്നി നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ്, അല്ലെ തിരിച്ചും നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെ നിങ്ങൾ, അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ പങ്കാളിയുടെ ആരോഗ്യം, രക്തസംബന്ധമായത് ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇവർക്കുണ്ടാവും എന്നുള്ളതും ഉറപ്പാണ്. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ദോഷഫലങ്ങളായിട്ടുള്ളത്. നല്ല കാര്യങ്ങൾ പറഞ്ഞു. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് അതിൽ പറയുന്ന പോസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം എടുത്ത് നോക്കിക്കോളൂ. അതെല്ലാം ഈ ചൊവ്വയുടെ നല്ല സ്വഭാവങ്ങളായിട്ട് വരികയും ചെയ്യും. സ്കന്ദപുരാണം പോലുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഭഗവാനെക്കുറിച്ച് പറയുന്ന പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചൊവ്വയുടെ പോസിറ്റീവ് നേച്ചറായിട്ട് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളത് കൂടി പറയുന്നു. ഇനി അടുത്തത് ലൈംഗിക ശേഷിയും സെക്ഷുവൽ സ്റ്റൈൽ ആൻഡ് ഇൻറ്റൻഷൻസ് ആണ്. നോക്കാം. ചൊവ്വ എന്നത് രക്തം, മജ്ജ, പേശികൾ, ഊർജം എന്നിവയുടെ കാരകനാണ്. അപ്പോൾ 7-ാം ഭാവത്തിൽ ചൊവ്വ എന്ന് പറയുന്നത് ഒരു ലൈംഗികതയെ, അതായത് ചൊവ്വ സൈന്യാധിപനാണ്. അപ്പോൾ ഒരു പക്ഷേ ലൈംഗികതയെ ഒരു യുദ്ധം പോലെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇന്നെ പാഷനേറ്റായിട്ട് അതിനെ ഒരു യുദ്ധം പോലെ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അത് പ്രത്യേകിച്ച് ലൈംഗികതയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഫയർ എലമെൻറ്റ്സ് വരുന്ന കാര്യങ്ങൾ, അതായത് വേദനിപ്പിക്കുക, അത് പലപ്പോഴും ഈ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ ആ ചൊവ്വയുടെ ബലം വളരെ ശക്തമായിട്ടുണ്ടെങ്കിൽ ലൈംഗികതയ്ക്കിടയിൽ ഉണ്ടാവുന്ന വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ചില പാടുകളോ ഒക്കെ പിന്നീട് അവർക്ക് കാണുമ്പം അതിൽ നിന്ന് തന്നെ ഒരു ആത്മസന്തോഷവും ഒക്കെ ഉണ്ടാവുന്നത് ചില ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് നടത്തിയ കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അവർക്കത് കണ്ണാടിയിൽ പോയി കാണുമ്പം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കഴുത്തിലും കൈകളിലും ഒക്കെ പല ഭാഗങ്ങളിലും ഉണ്ടാവുന്ന പാടുകൾ അവരുടെ ജീവിതത്തിനിടയിൽ, ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന, സ്നേഹബന്ധത്തിനിടയിൽ ഉണ്ടാവുന്ന ചില പാടുകൾ പലപ്പോഴും അതിനുശേഷം ഉണ്ടാകുന്ന ചില ചിഹ്നങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന ചില ചിഹ്നങ്ങൾ ഇവർക്ക് ഭയങ്കര കോൺഫിഡൻസും ഭയങ്കരമായൊരു സ്നേഹവും ഒക്കെ അവർക്ക് കൊടുക്കുന്നതായിട്ട്, വലിയൊരു സ്നേഹം തൻ്റെ പാർട്ട്ണറോട് തോന്നുന്ന രീതികളൊക്കെ വരും എന്ന് ചില ആൾക്കാർ പറയുന്നു. അപ്പം എന്തു തന്നെ ആയാലും അങ്ങനെയൊക്കെ ആണോ എന്നുള്ളതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. നമുക്ക് എല്ലാവരോടും ഇതൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ സ്വയം മനസ്സിലാക്കി അത് മുന്നോട്ട് പോകാൻ നോക്കുക. ഇതൊക്കെ ഒരു പഠനമായിട്ട് എടുക്കണം. ഞാൻ ഈ 7th ഹൗസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമുക്കെല്ലാം ഒന്നും ഈ ചാനലിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് കാണുന്ന ഒരുപാട് തരം ആൾക്കാരുണ്ട്. അപ്പോൾ അസ്ട്രോളജിയെ വളരെ ഭക്തിപൂർവ്വം കാണുന്നവരുണ്ട്, അപ്പോൾ വളരെ പ്രായമായവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, പല ഏജിലുള്ളവരുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് എന്നെ അറിയാവുന്ന ഒരുപാട് പേര് എൻ്റെ നാട്ടിലും ചുറ്റുവട്ടത്തും വീട്ടിലും ഒക്കെയുള്ള പലരും കാണുന്നുണ്ട്. അമ്മായിമാർ കാണുന്നുണ്ട്, വല്യച്ഛൻ കാണുന്നുണ്ട്, ചിറ്റപ്പന്മാർ കാണുന്നുണ്ട്. അങ്ങനെ പലരും, മാമന്മാരും അവരുടെയൊക്കെ മക്കൾ, അനിയത്തിമാർ, ഞാനുമായി ബന്ധമുള്ള എനിക്കറിയാവുന്ന നിങ്ങളെല്ലാവരും ഇത് കാണുന്നുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും. പലരും എന്നെ കാണുന്നത് പല രീതിയിലായിരിക്കും. അപ്പം ഞാനിതങ്ങ് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്നോടുള്ള കാഴ്ചപ്പാടുകൾ മാറാൻ അധികം നേരമൊന്നും വേണ്ട, പ്രത്യേകിച്ച് മലയാളികളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട. തിരുവള്ളൂർ പറയുന്ന പോലെ സഭയറിഞ്ഞ് പേശണം, സമയമറിഞ്ഞ് പേശണം, പേശിയും പഴകണം, പേശാതെ പഴകണം എന്നൊക്കെ തിരുക്കുറലിനകത്ത് പറയുന്ന പോലെ ഈ വിഷയം ജ്യോതിഷി എന്നുള്ള രീതിയിൽ ഇത് 7-ാം ഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് പറഞ്ഞേ പറ്റൂ, ഇത് പഠിക്കുകയും ചെയ്യണം. ജ്യോതിഷ ജിജ്ഞാസുക്കളായിട്ട് ഓരോ ആൾക്കാർക്ക് ഈ ഹിൻഡുകൾ തരികയും ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുരുത്വം, അതിനോടൊരു നീതി പുലർത്തുക എന്നുള്ളതാണ്. പക്ഷേ എല്ലാം നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല, കാരണം അതങ്ങനെയാണ്, ഒരു പരിമിതിയുണ്ട്. അത് പക്ഷേ ഞാൻ തരുന്ന ഹിൻഡുകൾ വെച്ചിട്ട് സ്വയം പഠിക്കാനും ആരും
എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. നമ്മൾ ഈ ലോകത്തൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ബാക്കി സ്വയം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ധാരണയുണ്ട്, ആധ്യാത്മികരായാൽ സീറോ ലിബിഡോ ഉള്ള ആൾക്കാരാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നതെന്നൊരു ധാരണ. വിരക്ത പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ലിബിഡോ ഉള്ളവരാണെന്ന് ഒരിക്കലുമല്ല. അങ്ങനെയല്ല. അത് നിങ്ങൾക്ക് പുരാണങ്ങളും ഇതിഹാസങ്ങളും വായിച്ചാൽ മനസ്സിലാവും. സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉള്ള ഒരാൾ എന്നല്ല, അതൊരു രോഗമാണ്. അതല്ല, ഇതെന്ന് പറയുന്ന മനസ്സിന് കൺട്രോൾ ഉള്ളവർ എന്നാണ്. അതായത് ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ രീതികൾക്കനുസരിച്ച് ബോഡി പ്രവർത്തിക്കുമ്പോൾ അതിനനുസരിച്ച് മനസ്സിൻ്റെ താളം തെറ്റിപ്പോയി എന്തുമാവും എന്നുള്ളതാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സാധാരണക്കാരും. സ്ഥിതപ്രജ്ഞർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ, ഇതെന്നല്ല ഏത് കാര്യത്തിലും, ഭക്ഷണത്തിലാണെങ്കിലും ഏതിലാണെങ്കിലും വേണ്ടത് അവരെ പൂർണ്ണമായി ഒബ്സർവ് ചെയ്ത് അവർക്ക് വേണ്ടത് എടുക്കാനാണെങ്കിലും, ഈവൻ കർമ്മം പോലെയാണെങ്കിലും ഒരാൾക്കാരോട് ഇടപെടുന്നതാണെങ്കിൽ പോലും എന്തെടുക്കണമെന്നും എന്തെടുക്കണ്ടെന്നും ഉള്ള ഉറപ്പിൻ്റെ പേരാണ് സ്ഥിതപ്രജ്ഞത്വം. അപ്പോൾ അതുപോലെ തന്നെയാണ് ലൈംഗികതയുടെ കാര്യത്തിലും. അതൊരു ഭയത്തോടുകൂടി മോശമായിട്ട് ആണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. എപ്പോഴും ഈ നമ്മുടെ രാഷ്ട്രീയ മേഖലയിലൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളൊക്കെ കണ്ടില്ലേ, പല പല ഇൻ്റർനാഷണൽ പ്രശ്നങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ. പക്ഷേ നമ്മൾ മലയാളികൾക്ക് ഇക്കിളി കിട്ടുന്ന കാര്യങ്ങളോടൊക്കെ ആയിരിക്കും കുറച്ച് താല്പര്യം. വേറെ വലിയ വലിയ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്ത് നമ്മൾ ഈ ഒരു വിഷയം പറയുകയും കൂടെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടെങ്കിലും ഒന്ന് പാളിപ്പോയാൽ പിന്നെ ഞാൻ ഏറില്ല, ഞാൻ താഴേക്ക് ഇറങ്ങാൻ കുറേ സമയമെടുക്കും. പിന്നെ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഈ വിഷയം പറയാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ചിലയിടത്ത് പാളിപ്പോവും, ചിലയിടത്തൊരു പൂർണ്ണത വരാത്തൊരു തോന്നൽ വരാം. പക്ഷേ ഈ തരുന്ന ഹിൻഡ് വെച്ച് മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. സീറോ ലിബിഡോ എന്നല്ല വിരക്തി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. പ്രപഞ്ചത്തോളം എത്ര കാലം ചേർന്ന് നിൽക്കുന്നോ അത്രത്തോളം സൃഷ്ടിയോന്മുഖമായിരിക്കും അയാളുടെ മനസ്സും ബോധവും നിൽക്കുന്നത് എന്നുള്ളത്. എത്ര ദ്രുതഗതിയിലേക്ക് വന്നാലും മുന്നോട്ട് ചലിക്കണമെങ്കിൽ സൃഷ്ടിയോന്മുഖമായിരിക്കും എന്നുള്ളത് തന്ത്രശാസ്ത്രം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹർഷീശ്വരന്മാർക്ക് പോലും അവർ സ്ഥിതപ്രജ്ഞാവസ്ഥയിലേക്ക് എത്തിയ ശേഷം വളരെ കുറച്ച് പേരൊഴികെ ബാക്കി എല്ലാവരും വിവാഹിതരായതും സൽസന്താനങ്ങളുണ്ടായതും ഒക്കെ. അത്രയും സ്ഥിതപ്രജ്ഞരായിട്ടുള്ളവർക്ക് ജനിക്കുന്ന സന്താനങ്ങൾ എന്ന് പറയുന്നത് അത്രയും യോഗ്യതയുള്ള സോളായിരിക്കും അതിലൂടെ വരുന്നത്, അവരുടെ ജീവിതത്തിലൂടെ വരുന്നത്. അപ്പം അത് ഓർത്ത് വെച്ചോളുക എന്നുള്ളതാണ്. നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നാൽ ഇന്നിപ്പോൾ നാമം ജപിച്ചാൽ കുറേ നേരം പ്രാർത്ഥിച്ചാൽ വീട്ടിലുള്ളവർ പറയും വയസ്സാം കാലത്ത് ചെയ്താൽ മതി. ചെറുപ്പത്തിൽ ഭഗവത്ഗീതയും സഹസ്രനാമം എല്ലാം പഠിപ്പിക്കുകയും ചെയ്യും. ഒരു പ്രായമാകുമ്പോൾ 10, 22, 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേർ അമ്പലത്തിൽ പോവുകയോ നിത്യേന ഇരുന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാർക്ക് ഇതുപോലെ ദേഷ്യമില്ല, ഒരു തരത്തിലവർ സമ്മതിക്കത്തില്ല. ചെറുപ്പത്തിൽ നല്ല സ്വഭാവം വരാൻ വേണ്ടി നാമം ജപിപ്പിക്കാൻ പഠിപ്പിക്കും. പക്ഷെ വലുതാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ കൃത്യമായിട്ട് വീട്ടിലിരുന്ന് പൂജ കഴിക്കാനോ നാമം ചെല്ലാനോ സമ്മതിക്കത്തില്ല. സ്ഥിരമായി അമ്പലത്തിൽ പോയാൽ പ്രശ്നമാണ്, വയസ്സാം കാലത്തേക്ക് വെച്ചേക്കാനാണ് പറയുന്നത്. അപ്പം ഇവരുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതത്തോടൊരു താല്പര്യം പോകുമെന്നോ ഒക്കെയാണ്. ഒരിക്കലും പേടിക്കേണ്ട. ഇങ്ങനെ പേടിക്കുന്ന അച്ഛനമ്മമാർ ഒരു കാരണവശാലും ഭയക്കണ്ട. കാരണം നിങ്ങളുടെയാണ് മകൻ അല്ലെ മകൾ, ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ജനിച്ചതല്ലേ, അപ്പോൾ നിങ്ങളുടെ ഗുണം എന്തായാലും അവർക്ക് ഉണ്ടാവാതിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഭയക്കേണ്ട കാര്യമേ ഇല്ല. അവരെ ഈശ്വരൻ്റെ പാതയിലൂടെ സഞ്ചരിക്കട്ടെ. സോളും ശരീരവും ഏതുപോലെയാണോ, സത്തും ഈ ശരീരവും ഏതുപോലെയാണോ ചേർന്നിരിക്കുന്നത്, ബാലൻസ് ചെയ്ത് പോകുന്നത്. സത്ത് പോയാൽ ശരീരം പോകും, ശരീരം പോയാൽ നമ്മുടെ കർമ്മത്തെ, പ്രാണനുള്ളിലുണ്ടെങ്കിലും പ്രാണൻ്റെ ഊർജ്ജഗതിക്ക് ആവശ്യമായിട്ടുള്ള സഞ്ചാരങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരും. നമ്മുടെ ഈ ശരീരം ക്ഷേത്രം പോലെയാണ്. ഈ ക്ഷേത്രവും ഉള്ളിലിരിക്കുന്ന ക്ഷേത്രപുരുഷൻ രണ്ടും കൂടെ ചേർന്നിരിക്കണം. ക്ഷേത്രപുരുഷൻ്റെ രീതിക്ക് അനുസരിച്ച്, അളവിനനുസരിച്ച് വേണം ക്ഷേത്രവും.
രണ്ടും ഒരുമിച്ച് ചേർന്ന് വരണം. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഭൗതിക ജീവിതവും ആധ്യാത്മിക ജീവിതവും. ആത്മീയതയും ഭൗതികതയും ഒരുപോലെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ. ഇത് രണ്ടും ചേർന്ന് പോയില്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. ആത്യന്തികമായിട്ടുള്ള മനുഷ്യൻ്റെ സർഗാത്മക വാസന എന്ന് പറയുന്നത് ആനന്ദമാണ്. ആനന്ദത്തിൻ്റെ വാക്യപത്രമാണ് ശാന്തിയും. ശാന്തിയും സമാധാനമല്ല ഈ ആനന്ദത്തിൻ്റെ വാക്യപത്രമായിട്ട് വരുന്നതാണ്. അപ്പം അത് അന്വേഷിക്കൽ തന്നെയാണ് ഏത് രീതിയിലാണെങ്കിലും. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ജീവിതത്തെ കൃത്യമായി നിരീക്ഷിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സ്പിരിച്വാലിറ്റി ഒരു അനിവാര്യ ഘടകമാണ്. അതുപോലെ തന്നെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളും ഒരു അനിവാര്യ ഘടകം തന്നെയാണ്. നന്നായിട്ടൊന്ന് നാമം ജപിക്കണമെങ്കിൽ, നല്ലൊരു ഗ്രന്ഥം മേടിച്ച് വെച്ച് വായിക്കണമെങ്കിൽ കാശ് കൊടുക്കാതെ ആരെങ്കിലും തരുമോ? അപ്പോൾ ഭൗതികതയും വേണം. ക്ഷേത്രത്തിൽ പോയൊരു പൂജ നിങ്ങൾ സ്വയം പൂജ കഴിക്കുകയാണെങ്കിൽ, ഒരു വിളക്ക് മേടിക്കണമെങ്കിൽ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ വേണ്ടേ? പൈസ വേണ്ടേ? അപ്പം മഹാലക്ഷ്മിയെ പൂജിച്ചിരുന്ന നമ്മൾ ധനത്തെ നിഷേധിക്കേണ്ട കാര്യമില്ല. ധനം ആവശ്യത്തിന് ഉണ്ടാവണം. അപ്പോൾ സ്പിരിച്വലായാൽ ധനത്തോടൊരു വിരക്തി, സ്ത്രീകളോടോ അല്ലെ വിവാഹ ജീവിതത്തോടൊരു വിരക്തി. ഇന്നത് പലരും സ്പിരിച്വൽ ആയതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ട എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, അതിൻ്റെ ഒന്നും വിവാഹം കഴിച്ചാൽ സ്പിരിച്വാലിറ്റി ചോർന്നു പോകും എന്നാണ് പലരുടെയും വിചാരം. ഋഷിമാർ അങ്ങനെയാണ് 99% ഋഷിമാർ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതാണ് എവിടെ നിന്നാണ് ഈ ഭാരതീയ സങ്കല്പത്തെ ഇവർ സന്യാസിമാരുമായിട്ടാണ് ഗൃഹസ്ഥാശ്രമത്തെ കമ്പയർ ചെയ്യുന്നത്. അത് വേറൊരു അവസ്ഥയാണ്, വേറൊരു ലോകമാണ്. ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത് വേറൊരു രീതിയാണ്. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിക്കൊഴിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരധർമ്മം ഭയാവഹം. ഗൃഹസ്ഥൻ സന്യാസിയുടെ ധർമ്മം സ്വീകരിക്കുന്നതോ ഒരു സന്യാസം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവൻ ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മം സ്വീകരിക്കുന്നതും ഭയാവഹമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളുക. ഞാൻ സാന്ദർഭികവശാൽ ഈ ഒരു വിഷയം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് തന്ത്രശാസ്ത്രത്തിൻ്റെ ക്ലാസ് അല്ല, ജ്യോതിഷത്തിൻ്റെ ക്ലാസ്സാണ്. പക്ഷേ ഈ ഒരു വിഷയം പറഞ്ഞപ്പം സാന്ദർഭികവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ചൊവ്വയുടെ ഒരു ലൈംഗികത എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചതൊരു ഇൻ എ പാഷനേറ്റ് വേ ഒരു യുദ്ധക്കളം പോലെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിതീവ്രമായിട്ടുള്ള ഒരു ആസക്തി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. പങ്കാളിക്ക് തത്തുല്യമായ ഊർജ്ജമില്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുകയും നിരാശരാവുകയും ചെയ്യും എന്നുള്ളതാണ്. അത് നിമിത്തമായിരിക്കും പലപ്പോഴും ഇവരുടെ പുറമെയുള്ള പല വഴക്കുകളുടെയും കോറ് ഈ ഒരു എനർജിയെ ബാലൻസ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ രീതികളായിരിക്കും ഇവർക്ക് പുറമെയുള്ള വഴക്കുകളുടെ പലതിൻ്റെയും അടിസ്ഥാനം എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അത്ലറ്റിക് ആൻഡ് ഫിസിക്കൽ സ്റ്റൈൽ, കായികമായിട്ടുള്ളൊരു സമീപനം, ചന്ദ്രനെ പോലെ റൊമാൻറ്റിക്കായിട്ടുള്ള സോഫ്റ്റ് റൊമാൻസിന് ഒന്നുമല്ല, അല്ലെങ്കിൽ രവിയെ പോലെ ഒരു ആധികാരികത, അല്ലെങ്കിൽ എനിക്ക് ബഹുമാനം കിട്ടണം എന്നുള്ള ഒരു രീതിക്ക് അപ്പുറമായിട്ട്, മറിച്ച് ശാരീരികമായിട്ട് ഉള്ള അധ്വാനങ്ങൾ നിറഞ്ഞ കരുത്തുറ്റ ലൈംഗിക ബന്ധങ്ങളായിരിക്കും ഇവർക്ക് താല്പര്യം. റഫ് ആൻഡ് ഇൻറ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങളോടായിരിക്കും ഇവർക്ക് താല്പര്യം. അല്ലെങ്കിൽ ഇവർ ഇഷ്ടപ്പെടുന്നത് വിയർപ്പും ശ്വാസോച്ഛ്വാസവും വേഗതകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ശൈലിയായിരിക്കും ഇവർക്ക് ഇഷ്ടപ്പെടുന്നത്. വേദനിപ്പിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമുള്ള വാക്കുകൾ പറയുന്നതും ഒക്കെ ഉള്ള ആ ഒരു രീതികളോടൊക്കെ ഇവർക്ക് ഒരു താല്പര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡോമിനൻസ് നേച്ചർ, കിടപ്പറയിലെ നിയന്ത്രിക്കലെ ചൊവ്വയുടെ ഒരു സ്വഭാവമാണ്. കാരണം എന്ന് വെച്ചാൽ ചൊവ്വ എന്ന് പറയുന്ന ഒരു സൈന്യാധിപനാണ്. അപ്പം ആ ഒരു ടേക്ക് ചാർജാണ്. അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ആണെങ്കിൽ ആ ഒരു അത്രയും ഒരു സൈന്യത്തെ നിയന്ത്രിക്കുന്നത് ഈ ഒരു ഒറ്റൊരാളുടെ വിസിലില്ല. അപ്പോൾ ആ ആളിലാണ്, സൈന്യാധിപൻ്റെ രീതിയിലാണിത്. അപ്പം പങ്കാളിയെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള കോൺകെയറിങ് ചെയ്തുകൊണ്ടുള്ള ബന്ധത്തിലേർപ്പെടുന്നത് ഇവർക്ക് ആവേശം നൽകുകയും ചിലപ്പോൾ ഇത് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സ്നേഹപ്രകടനത്തിലേക്കൊക്കെ എത്തുകയും ചെയ്യും എന്നുള്ള വളരെ അഗ്രസീവായിട്ടുള്ള ഒരു രീതികളായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് ആ ചൊവ്വയ്ക്ക് ചേരുന്നത്. അതുകൊണ്ടാണ് ചൊവ്വാദോഷമുള്ളവർക്ക് ചൊവ്വാദോഷമുള്ളവരെ തന്നെ ചേർക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന ലോജിക്കുകളിൽ ഒന്നിതാണ്. അപ്പോൾ ആ ഒരു രീതി ഓർത്ത് വെച്ചോളൂ കേട്ടോ.
അടുത്തതൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് അപ്രോച്ചിങ് ആയിരിക്കും എന്നുള്ളതാണ്. ചുറ്റി വളഞ്ഞുള്ള സംസാരമോ നാണമോ ഇവർക്കുണ്ടാകില്ല എന്നുള്ളതാണ്. എനിക്ക് എന്ത് വേണമെന്ന് പങ്കാളിയോട് തുറന്ന് പറയാനും അത് ആവശ്യപ്പെടാൻ ഇവർക്കൊരു മടിയും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇങ്ങനെയൊക്കെ വേണം, ഇതാണ് രീതി എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. അപ്പോൾ അത് ആ തുറന്നൊരു സമീപനം ഡയറക്റ്റ് അപ്രോച്ചിനോടായിരിക്കും അവർക്ക് കുറച്ചുകൂടെ താല്പര്യം ഉള്ളത്. അടുത്തത് ലൈംഗിക ഉദ്ദേശം, ഇൻറ്റൻഷൻസ്. ഇവരെ സംബന്ധിച്ച് ലൈംഗികത എന്നത് റിലീസ് ഓഫ് എനർജി മാത്രമാണ്. ഉള്ളിലെ സമ്മർദ്ദവും ദേഷ്യവും തീർക്കാനുള്ളൊരു മാർഗമായിട്ടാണ് ഇവർ ലൈംഗികതയെ കാണുന്നത് എന്നുള്ളതും. അപ്പം ഇങ്ങനത്തെ ചിന്താഗതി ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ എനിക്ക് എൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ പോകും, അതുണ്ടെങ്കിൽ ഒരു ചൊവ്വയുടെ നേച്ചറാണ്. അല്ലെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ കുറച്ചൊരു സ്നേഹമൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ ഒരു കെയറിങ് ഒക്കെ വേണ്ടേ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മൂൺ നേച്ചറാണ്. ഇതിനെ വളരെ പവിത്രമായിട്ടും പാതിവൃത്യത്തോടു കൂടിയും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ അത് വ്യാഴവും. ഇതിനെ വളരെ റൊമാൻറ്റിക്കായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ നേച്ചർ ശുക്രനും. ഇതിനെ ഒരു ആധികാരികമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, അടിപൊളിയായിട്ടിരിക്കും, സൂപ്പറായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ഒരു ലീഡറിനെ പോലെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് സണ്ണും ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം ഉള്ളിലെ സമ്മർദ്ദവും ദേഷ്യവും തീർക്കാനുള്ളൊരു മാർഗമായിട്ട് ഇവർ ലൈംഗികതയെ കാണുന്നു. ഇവരുടെ ഉള്ളിലെ സമ്മർദ്ദങ്ങളും ദേഷ്യങ്ങളും ഒക്കെ തീർക്കാൻ, ആ ഒരു ഫ്രസ്ട്രേഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു റിലീസ് ഓഫ് എനർജിക്ക് വേണ്ടിയിട്ട് ഇവർ ഇതിനെ കാണുന്നു. അതിനുള്ളൊരു മാർഗമായിട്ട് ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മേക്കപ്പ് സെക്സ് എന്ന് പറഞ്ഞിട്ടൊരു സൈക്കോളജിക്കൽ ടേമുണ്ട്. സൈക്കോളജി ടേമാണോ എന്നറിയത്തില്ല. ഈ വിഷയം പറയാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതിനെക്കുറിച്ചൊക്കെ വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞത്, ഈ വഴക്കിന് ശേഷമുള്ള ലൈംഗിക ബന്ധത്തോട് ഇവർക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അത് ഈ ചൊവ്വയുടെ നേച്ചറുള്ളവർ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അടിയൊക്കെ ഇട്ടാലും അതിന് ശേഷമുള്ള സ്നേഹം വളരെ ഭംഗിയായിരിക്കും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ചുമ്മാ ചൊറിയുകയും അടിയിടുകയും പിണങ്ങുകയും ചെയ്തിട്ട് അതിന് ശേഷമുള്ള ഈ ഒരു സ്നേഹത്തിൽ ഇവർക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് വരുന്നതായിട്ടും ഒക്കെ അങ്ങനൊരു ചിന്താധാര ഉണ്ടെങ്കിൽ ആലോചിച്ചോളൂ. ഒരു മാഴ്സ് നേച്ചർ അവരുടെ ക്യാരക്ടറിലുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. ഇനി നമുക്ക് കാർമ്മികമായിട്ടുള്ള കാർമിക് കണക്ഷൻസിനെ കുറിച്ച് നോക്കാം. 7ാം ഭാവത്തിൽ സൂചിപ്പിക്കുന്ന കാർമ്മിക രഹസ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, ജ്യോതിഷത്തിൽ 7ാം ഭാവം എന്ന് പറയുന്നത് നേർക്കുനേർ നമ്മുടെ പാതിയാണെന്നുള്ളതാണ്. ഓപ്പൺ എനിമി എന്ന് വേണേൽ പറയാം, നേരെ ഓപ്പോസിറ്റ് എന്ന് വേണേൽ പറയാം, അങ്ങനെയും പറയാം. അവിടെ ശത്രുകാരകനും രോഗകാരകനും കടത്തിൻ്റെ കാരകനും ഒക്കെ ആയിട്ടുള്ള ചൊവ്വ 7ൽ നിൽക്കുന്നു എന്നുള്ളതാണ്. 7ൻ്റെ 12ാം ഭാവത്തിൻ്റെ കാരകനാണ് ചൊവ്വ. അപ്പോൾ അവിടെ നിൽക്കുമ്പം മുൻജന്മത്തിൽ നിങ്ങളുമായി യുദ്ധം ചെയ്തതോ മത്സരിച്ചതോ ആയിട്ടുള്ള ഒരു ആത്മാവായിരിക്കും ഈ ജന്മത്തിൽ പങ്കാളിയായി വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും ഒരു മത്സരത്തിനോ ഒരു വഴക്കിനോ സാധ്യത വരികയോ ആരെങ്കിലും ഒരാൾ എപ്പോഴും ജയിക്കുകയും ഒരാൾ എപ്പോഴും തോൽക്കുകയോ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിലായിരിക്കും ആ ബന്ധം സസ്റ്റെയിൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇറ്റ്സ് ഫെയിലിയർ. ഒരു പോയിൻ്റ് എത്തുമ്പോൾ പൊളിഞ്ഞിരിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളതും നമുക്ക് അനുഭവമുണ്ട്. ഒരുപാട് പേരുടെ എൻ്റെ ഒരു എങ്ങും തൊടാതെ ഒരു 4000-ന് പുറത്ത് ഹൊറോസ്കോപ്പ് ഞാൻ കൺസൾട്ടേഷൻ എടുത്തെന്ന് മാത്രം ഒരു 4000-ന് പുറത്ത് ഹൊറോസ്കോപ്പ് ഡിവോഴ്സ് കേസസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കും. ഇവർ പറയുന്നത് ആ കൺസൾട്ടേഷൻ കഴിയുമ്പോൾ ആ പോയിന്റിൽ ഞാൻ എഴുതി വെക്കുമായിരുന്നില്ല. അപ്പോൾ കേസ് സ്റ്റഡി പോലെ ഇതിലിരിക്കുന്ന ആ ഒരു ഹൊറോസ്കോപ്പ് മാത്രമാണ്. അങ്ങനെ ഓരോ വിഷയങ്ങൾക്കും ഞാൻ സൂക്ഷിച്ചു വെച്ച ഹൊറോസ്കോപ്പുകളാണ് വാസ്തവത്തിൽ എൻ്റെ ഈ പഠനത്തിലുള്ള, നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയിലുള്ള നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ശാസ്ത്രം വെച്ചിട്ട് അതും ഈ അനുഭവങ്ങളും കൂടെ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ചിലയിടത്ത് എൻ്റെ ഓരോ കാലഘട്ടത്തിൻ്റെ അറിവിനനുസരിച്ച് പലതും എഴുതി വെച്ചിരിക്കുന്നു, പലതും മനസ്സിലാക്കിയും തെറ്റിപ്പോയേക്കാം. ചിലപ്പോൾ നാളെ ഇതിനകത്തൊക്കെ വേറെ പുതിയ പുതിയ കാര്യങ്ങൾ ആഡായി വന്നേക്കാം. പഴയ വീഡിയോയിനെക്കാട്ടും കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ വരുന്നതിൻ്റെ കാരണം എന്നോട് ചോദിക്കാറുണ്ട്, പണ്ട് നക്ഷത്ര വീഡിയോ ചെയ്തപ്പോൾ അത്രയും കണ്ടൻറ് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കണ്ടൻറ്റ് കൂടിയല്ലോ എന്ന്. ഓരോ വിഷയങ്ങളുമായിട്ട് വരുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്തും പുതിയ പുതിയ അന്വേഷണങ്ങൾ നടത്തുമ്പോഴും പുതിയ അറിവുകൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും.
മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു 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 പ്രോസസ്സ് പോലെയാണ് അതിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പോകുന്നൊരു പ്രോസസ്സ്. ഇത് അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയല്ലേ, എന്ത് വേണേലും പഠിക്കുക, എത്ര കാലം വേണേലും പഠിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ഒരു കാർമിക് ഡെപ്റ്റുമായിട്ട് വെച്ചിത് മനസ്സിലാക്കിയത്, കുറേ ജാതകങ്ങളിൽ ഈ ചൊവ്വ രാഹു ഒക്കെ ബന്ധം 7th വന്നിട്ട്, അല്ല നീചമായിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ വന്ന് ഈ ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്കിയ ഗ്രഹത്തിനും ഈ 3 പേരുടെയും നോക്കണം. അതുപോലെ ചൊവ്വ ബലം കൂടിയ ഒരാൾക്ക് ഒരിക്കലും ചന്ദ്രൻ ചേരില്ല, ചന്ദ്രന് ബലമുള്ള ഒരാൾ ചേരില്ല. അല്ലെങ്കിൽ ചൊവ്വയ്ക്ക് ബലം കൂടിയ ഒരാൾ രാഹു ബലമുള്ള ഒരാൾ ചേരില്ല. ഇവളെപ്പോഴും ഭക്തിയും പ്രാർത്ഥനയായിട്ട് നടക്കുക, എനിക്ക് അവളെ കൊണ്ടൊരു പ്രയോജനമില്ല. അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ എപ്പോഴും ഭക്തിയും പ്രാർത്ഥനയും മാത്രമാണ് എന്നൊക്കെ പറഞ്ഞു കളയും. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ഹിംസയുടെ കർമ്മഫലമാണ്. മുൻജന്മത്തിൽ ശാരീരികമായിട്ട് ആരെങ്കിലും വേദനിപ്പിച്ചതിൻ്റെ കർമ്മഫലമായിട്ട് ആണ് ഈ കുജദോഷം വരുന്നത്. സ്വന്തം കുടുംബത്തിന് വേണ്ടി ആരെങ്കിലും വേദനിപ്പിക്കുക, അല്ലെങ്കിൽ തൻ്റെ പങ്കാളിയായി വരാൻ സാധ്യതയുള്ള ആരെങ്കിലും വേദനിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കാർമിക് ഡെപ്റ്റുള്ളവർക്കാണ് വാസ്തവത്തിൽ, അല്ലെങ്കിൽ പങ്കാളിക്ക് വേണ്ടി ആരെങ്കിലും വേദനിപ്പിക്കുക, അങ്ങനെയുള്ള ശാപമൊക്കെയാണ് വാസ്തവത്തിൽ കുജദോഷമായിട്ട്, അല്ലെ 7th ഹൗസിലെ ചൊവ്വയായിട്ട് വരുന്നത്. അപ്പം പങ്കാളിയോട് ക്ഷമിക്കാൻ പഠിക്കുക, വീട്ടിലെ അഗ്രസീവ് സിറ്റുവേഷൻസ്, അടിയുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ പരമാവധി കുറയ്ക്കാൻ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അടുത്തത് ആത്മീയമായിട്ടുള്ളൊരു പരിഹാരം നോക്കാം. സ്പിരിച്വൽ വെൽബീയിങ്സിനുള്ള ഹിൻഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യൻ, ഹനുമാൻ സ്വാമിയുടെ ആരാധന ആണ്. ചൊവ്വയുടെ ദേവതയായിട്ടുള്ള മുരുകനെയോ ഭദ്രകാളിയോ ആരാധിക്കുന്നത് പോലെ തന്നെ ഹനുമാൻ സ്വാമിയെയും കൂടി ആരാധിച്ചാൽ ദാമ്പത്യ ജീവിതത്തിലെ കലഹം കുറയ്ക്കാൻ പറ്റും എന്ന് പല ഗ്രന്ഥങ്ങളും പറയുന്നു. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ സ്വാമി, വീരഭദ്രൻ യുഗ്മരാശിയിൽ നിൽക്കുന്നതാണെങ്കിൽ ഭദ്രകാളി തുടങ്ങിയിട്ടുള്ള ദേവതയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനർജി റിലീസിന് അത്യാവശ്യപരമായിട്ട് വേണ്ട ഒരു കാര്യമാണ് വ്യായാമം, എക്സസൈസ്. ശരീരത്തിൽ അധികമുള്ള ഊർജം കളയാൻ ജിമ്മിൽ പോവുകയോ കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതും ലൈംഗിക ആസക്തിയെയും ദേഷ്യത്തെയും നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിൽ വ്രതം നോൽക്കുന്നതും ക്ഷേത്ര ദർശനം നടക്കുന്നതും ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നതും അല്ലെങ്കിൽ വീരഭദ്രസ്വാമി, ഭൈരവമൂർത്തി, ഉഗ്രദേവതകളെയൊക്കെ ആരാധിക്കുന്നതും ഭംഗിയായിരിക്കും. അതേപോലെ തന്നെ ഈ അടുത്ത സമയത്ത് പറയുന്ന ചൊവ്വാദോഷത്തിൻ്റെ പറയുന്ന പല കാര്യങ്ങൾക്കും പങ്കാളിക്കും 7ലും 8ലും ഒക്കെ ചൊവ്വയുണ്ടെങ്കിൽ ദോഷം കുറയും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും 2 പേരും ഒരേ തലത്തിലുള്ള ഊർജമുള്ളവരാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ 7ാം ഭാവത്തിലെ ചൊവ്വയുള്ളവർക്ക് ജീവിതം എന്ന് പറയുന്നത് ഒരു വാരിയർ പ്ലോട്ടായിരിക്കും. ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധകളമായിരിക്കും എന്നുള്ളത് ഒരു ആർച്ചറിനെ പോലെ ആയിരിക്കും എന്നുള്ളതാണ്. ദ ആർച്ചറാണ് ചൊവ്വ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സൈന്യാധിപനാണ്, സേനാധിപതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ എപ്പോഴും കുടുംബജീവിതത്തിൽ 7ാം ഭാവം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതമാണല്ലോ. അവിടെ എപ്പോഴും ഒരു യുദ്ധത്തിനുള്ള സാധ്യതകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതെല്ലാ രീതിയിലും. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സാധ്യതകളെ കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക. 7ാം ഭാവത്തിൽ ചൊവ്വയുള്ളവർക്ക് ലൈംഗികത എന്നത് തീവ്രമായ ഒരു അനുഭവമാണ്. പങ്കാളി അതേ ഊർജ്ജമുള്ള ആളാണെങ്കിൽ ഇവരുടെ ജീവിതം സന്തോഷപൂർണ്ണമായിരിക്കും എന്നുള്ളതാണ്. കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ ഇവർ മുന്നോട്ട് പോകും. മറിച്ചാണെങ്കിൽ ശാന്തപ്രകൃതനായിട്ടുള്ളൊരു പങ്കാളിയാണെങ്കിൽ പൊരുത്തക്കേടുകൾ ധാരാളം ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ടാവും. എന്തു തന്നെയായാലും സിറ്റുവേഷൻസ് എന്തു തന്നെയായാലും കർമ്മഫലമാണ് പലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരോപാസന ചെയ്ത് ഉദരത്തിന് താഴ്പോട്ടുള്ള ചക്രങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള അവയവങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ മുകളിലേക്ക് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ഉയർന്ന രീതിയിലുള്ള കാര്യങ്ങളെ ചിന്തിക്കുക, ഹയർ ലെവലിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു യുദ്ധ നേച്ചറുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക്
ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിക്കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ക്ഷമയും സഹനശക്തിയും പ്രധാനമായിട്ടുള്ള റെമഡിയാണത്. ക്ഷമയും സഹനശക്തിയും കൊണ്ടുവരികയും ചെയ്യാൻ സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളിയെയും ആശ്രയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. ഞാൻ ചൊവ്വയാണ്, എനിക്ക് ആ നേച്ചറുള്ളതുകൊണ്ട് ഞാൻ ഇടിയുണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അതാണ്. എന്നെ ഈ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അവനും തന്നെ അനുഭവിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാറാൻ സ്വയം തയ്യാറാവുക. നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ളവരെല്ലാം നിങ്ങളോട് കാണിച്ചാൽ ഒരു പോരാളി യുദ്ധക്കളത്തിൽ അനവധി ആൾക്കാരാൽ, യുദ്ധ നിയമങ്ങളില്ലാതെ അനവധി ആൾക്കാരാൽ ചുറ്റപ്പെട്ട് യുദ്ധം ചെയ്യാൻ അഭിമന്യുവിനെ പോലെ യുദ്ധം ചെയ്യാൻ ശ്രമിക്കാമെന്നേ ഉള്ളൂ. പുറകിൽ നിന്നൊക്കെ ആരെങ്കിലും അടിച്ചിട്ട് കളയും. അതുകൊണ്ട് താൻ ചെയ്യുന്ന പ്രവൃത്തി അതേപോലെ തന്നെ ചുറ്റുപാടുകളിൽ നിന്നും തന്നിലേക്ക് വരും എന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. അത് തനിക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ താൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് പലർക്കും വേദനിപ്പിക്കുന്ന പോലെ തന്നെ അതേ നാണയത്തിൽ തിരിച്ചു വരുമ്പോൾ താനും വേദനിക്കുകയും തകർന്നു പോകും എന്ന് തിരിച്ചറിഞ്ഞാൽ ആ തിരിച്ചറിവാണ് ജീവിതത്തെ ഉയർത്തുന്നത്, മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പം അഗ്രസീവ് നേച്ചറുള്ള എൻ്റെ എല്ലാ ചൊവ്വ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. സുബ്രഹ്മണ്യ സ്വാമിയെ നന്നായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോവുക. ഭഗവാൻ കാത്തോളും. ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതിയുടെ, ഭദ്രകാളിയുടെ, ശക്തി ഭൈരവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.